ഈ CPI പൊതുവെ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കേരള കോൺഗ്രസിന് മേൽ ഇപ്പോൾ ചില ശകാരങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല, നേതാക്കന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ, അണികൾ അവിടെ നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ. കാരണം അതുകൊണ്ടാണ് കോട്ടയത്ത് പോലും പരാജയം ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് CPIക്ക് ഏതെങ്കിലും തരത്തിലൊരു കല്ലുകടിയായിട്ട് മാറുന്നുണ്ടോ? പിന്നെ തുടക്കം മുതലേ CPIക്ക് കല്ലുകടിയായിരുന്നു കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിനെ ഇതിനകത്ത് കൊണ്ടുവരാതിരിക്കാൻ CPI ആവുന്നത്ര ശ്രമിച്ചതാണ്. കാരണം CPIക്ക് വലിയേട്ടനാവാൻ പറ്റില്ലെന്നറിയാം. വലിയേട്ടൻ CPM തന്നെയാണ്. എന്നാൽ കൊച്ചേട്ടനായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ജോസ് കെ മാണി രംഗപ്രവേശനം ചെയ്തു. പിന്നെ അന്ന് കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വിധത്തിൽ അനുനയിപ്പിച്ച് CPI കയ്യിലെടുത്ത് ജോസ് കെ മാണിക്ക് പ്രവേശനം കൊടുക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞും CPIക്ക് ഇവരുടെ നിലപാടുകളും പോക്കും അത്ര ഇഷ്ടമല്ല. കാരണം വലിയേട്ടനും കൊച്ചേട്ടനായിട്ട് കാണുന്നത് ഇവരെയാണ്, കേരള കോൺഗ്രസിനെയാണ്. കാരണം വോട്ടുള്ളത് അവർക്കാണ്. മറ്റേത് വോട്ടുണ്ടെന്ന് പറയാം, പക്ഷേ അത് നമുക്ക് വേണേലും കിട്ടുന്ന വോട്ടാണെന്നുള്ള ധാരണയാണ് CPM-കാർ. പണ്ട് മുതലേ CPM-കാർക്ക് CPI-കാരോട് പുച്ഛമാണ്. വിഭജനം കഴിഞ്ഞത് മുതൽ CPIM എന്ന് കേൾക്കുമ്പോൾ തന്നെ CPM-കാർക്ക് വളരെ പുച്ഛമാണ്. പിന്നെ ഇപ്പം ഭരണത്തിൻ്റെ തുടർച്ചയ്ക്ക് ഇവരപ്പുറത്തേക്ക് പോയാൽ ഇവർക്ക് ഗുണമാണ്. എന്ന് CPI കോൺഗ്രസുമായി ചേരുന്നു അന്ന് മുതൽ CPI ഇവിടെ വളരും. കാരണം ഇത് രണ്ടും ഒരേ സാധനമാണ്. CPI എന്നും CPM എന്നും പറയുന്നത് ആശയപരമായിട്ടൊന്നാണ്. ഒന്നുകിൽ ഇവർ ഒന്നായി നിൽക്കണം, ഇല്ലെങ്കിൽ രണ്ടായിട്ട് പോകണം. ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ശൈലിയാണ് കറക്റ്റ്, ആധുനിക ഇന്ത്യക്ക് പറ്റിയത് ഞങ്ങളുടെ ശൈലിയാണെന്ന് പറഞ്ഞാൽ അവർ വലതുപക്ഷത്തേക്ക് പോകണം. അല്ലെങ്കിൽ ഇടതുപക്ഷമായിട്ട് നിൽക്കണം. ഇപ്പോൾ വലിയ വലതുപക്ഷം CPM ആണല്ലോ. ചൈനയേക്കാൾ വലിയ മുതലാളിത്ത രാഷ്ട്രം ബിൽഡപ്പ് ചെയ്യുന്നതിന് നിൽക്കുന്നത് ഇപ്പോൾ CPM. അപ്പോൾ CPIക്ക് പറ്റിയത് ഇടതുപക്ഷമാവുകയാണ്. ഉത്തമ ഇടതുപക്ഷമായി ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിൽക്കാം. ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കണം. കാരണം വെച്ചാൽ ഒരു മുന്നണിയിൽ നിൽക്കുന്നവർ ഐക്യരൂപ്യമുള്ളവരല്ല ഒരു മുന്നണി നിൽക്കുന്നത്. നമ്മൾ പറയാം ഐക്യമുള്ളവരാണെന്ന്. ഐക്യമുള്ളവരായ കാര്യമില്ല. കാരണം എൻ്റെ വോട്ടും തൻ്റെ വോട്ടും ഒന്നാണെങ്കിൽ പിന്നെ നമ്മളൊന്ന് മുന്നണിയാകുന്ന എന്തിനാണ്? നമ്മൾ വിരുദ്ധ വോട്ടുകളാണെങ്കിലേ മുന്നണിയായിട്ട് കാര്യമുള്ളൂ. മുന്നണിയുടെ ബെനിഫിറ്റ് അതാണ്. എൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് താങ്കളുടെ വോട്ട് ബാങ്കുമായിട്ട് യാതൊരു ബന്ധവും വരുന്നത്. എങ്കിലേ നമ്മളൊന്ന് ചോദിച്ചാൽ അതിൻ്റെ ശക്തി വരുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഗുണകരമായി വരുന്ന ഒരു സഖ്യമാകുന്നത്. അല്ലാത്ത സഖ്യങ്ങൾ ഒരിക്കലും ഗുണം ചെയ്യില്ല. കാരണം സെയിം വോട്ടുകൾ ഉള്ളവർ തമ്മിൽ ഐക്യമാക്കിയിട്ട് കാര്യമില്ല. അതിപ്പോൾ ഇവിടെ അതേപോലെയാണ്. CPI ഉള്ളത് കൊണ്ട് CPM-ന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇപ്പം CPI അപ്പുറത്ത് പോയാൽ പക്ഷേ CPM-ന് ദോഷമാണ്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം. അല്ല, CPI അങ്ങനെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ആനി രാജ ഇവരൊക്കെ കേന്ദ്ര നേതാക്കളെല്ലാം കോൺഗ്രസിൽ പോകുന്നതിനാണ് അനുകൂലം. അവർക്ക് തൃപ്തി കോൺഗ്രസുമായിട്ട് ചേരുന്നതിനാണ്. പക്ഷേ ഇവിടുത്തെ നേതൃത്വം അതിന് തയ്യാറല്ല. ഇവിടെ കുറേ പേർക്ക് കുറേ സീറ്റുകൾ ഇങ്ങനെ മന്ത്രിസ്ഥാനവും കിട്ടുന്നുണ്ട്. അവർക്ക് ഇത് വിട്ടു പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിനേക്കാൾ നല്ല പദവികൾ കിട്ടാൻ കോൺഗ്രസ്സാണ് നല്ലതെന്ന് പഴയ CPI-കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവരൊക്കെ പലരും ഇപ്പോഴും ഈ വിഷമിപ്പിക്കുന്നതിൻ്റെ മുഴുവൻ കാരണം അതല്ലേ. എല്ലാ ജില്ലാ കമ്മിറ്റി പിന്നെ യോഗത്തിനും പറയുന്നതല്ലേ, ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല, ഇടതുപക്ഷത്തിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അവർ തൃപ്തരല്ല. CPI-യുടെ മന്ത്രിമാരെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. വലിയ വിമർശനമായിരുന്നല്ലോ തിരുവനന്തപുരത്തെ ജില്ലാ സമ്മേളനത്തിൽ. മന്ത്രിമാരെന്നും പ്രവർത്തിക്കുന്നില്ല. പിണറായി വിജയനെ കാണുമ്പോൾ വാൽ ചുരുട്ടി ഓടുന്നവരാണ് CPI-കാർ. ഇത് CPI-യുടെ പാരമ്പര്യമല്ല, CPI മന്ത്രിമാരുടെ പാരമ്പര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമായിരുന്നു. അല്ല, ഈ 100 വയസ്സായ ഒരു പാർട്ടിയാണ് CPI. അതേ അവസരത്തിൽ തന്നെ പിന്നെ RSS-ഉം 100 വർഷം നിൽക്കുകയാണ്. രണ്ടും ഏത് രീതിയിൽ പോകുന്നു നോക്കുക. അല്ല, അത് രണ്ട് രീതിയിലേ പോകുള്ളൂ നമുക്കറിയാമല്ലോ. കാരണം CPI-ക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ അവർ തന്നെ നശിപ്പിച്ചതാണ്. CPI കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു. അവർക്ക് ഒരുപാട് സാധ്യതകൾ കിട്ടിയിരുന്നു. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആ പ്രശ്നമൊക്കെ കഴിഞ്ഞും CPI അവിടെ തന്നെ നിന്നാണ്. പിന്നെ 1980 ആയപ്പം
ഇടതുപക്ഷ ഐക്യം എന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു അവർക്ക്. PKV എന്ന രണ്ടാം CPI മുഖ്യമന്ത്രി, CPIക്ക് ജന്മത്താലോചിക്കാൻ നോക്കില്ല അങ്ങനെ ഒരു പദവി. അച്യുതാനന്ദന് ശേഷം PKV മുഖ്യമന്ത്രിയായിരുന്നു. ഇനി CPIക്ക് അങ്ങനെ ഒരു മുഖ്യമന്ത്രി പദം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ആലോചിക്കാൻ പറ്റൂ? ഇല്ലല്ലോ. അപ്പോൾ ഇത് അവർ നിലനിർത്തിയിരുന്നെങ്കിലുണ്ടല്ലോ അവർക്ക് വീണ്ടും തുടരാമായിരുന്നു. അവർക്ക് മുഖ്യമന്ത്രി കിട്ടിയില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പോലുള്ള പ്രധാനപ്പെട്ട പദവികൾ അല്ലെങ്കിൽ ധനമന്ത്രിയൊക്കെ അവർക്ക് കിട്ടുമായിരുന്നു കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ. അത് അവര് കളഞ്ഞു പൊളിച്ച്. ഇവിടെ ഈ വൻമരത്തിന്റെ ചുവടിൽ നിന്നും വളരാൻ അനുവദിക്കുന്നു. വൻമരം. രണ്ടാമത്തേത്, ഇത് രണ്ടും ഒരേ സാധനമാണ്. ഈ ഘടകകക്ഷികൾ ഒരേ സാധനമായ രക്ഷയില്ലെന്നേ. എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിന് CPM വില കൊടുക്കുന്നത്? കേരള കോൺഗ്രസ് വിരുദ്ധമായ ഒരു ആശയമുള്ള ആളാണ്, അല്ലെങ്കിൽ വിരുദ്ധമായ ഒരു ശൈലിയിലുള്ള ആളാണ്. അപ്പോൾ അവരുടെ കുറേ വോട്ടുകൾ ഇതിൽ ഒരിക്കലും ചേരില്ല. ഇവിടെ നിന്നാലേ പിന്നെ വല്ലതും ചേരുള്ളൂ. അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ആരെങ്കിലും കിട്ടുമോ CPM-ന് കേരള കോൺഗ്രസിൻ്റെ ആളിനെ കിട്ടണമെങ്കിൽ ഈ ഇപ്പുറത്തെ ചേരിയിൽ നിൽക്കണം. അതേസമയം CPIയുടെ കാര്യം അതല്ല. കമ്മ്യൂണിസ്റ്റുകാരിൽ പലരെയും ഇങ്ങോട്ടും കൊണ്ടുവരാൻ കഴിയും. കാരണം കുറച്ചുകൂടെ തീവ്രതയുള്ള കമ്മ്യൂണിസ്റ്റ് CPM ആണെന്ന് നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ അറിയാം. ഇപ്പം ചില മായം ചേർക്കലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് തിരുത്തപ്പെടുമെന്നുള്ള വിശ്വാസമുള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ CPIയേക്കാൾ CPM-ന് കേരള കോൺഗ്രസിനെ ഇഷ്ടം വരുന്നതിൻ്റെ കാരണം വിരുദ്ധ വോട്ടാണ്. ആ വിരുദ്ധ വോട്ട് പിടിച്ചു നിർത്തണമെങ്കിൽ CPIയേക്കാൾ വേണ്ടത് എവിടെയാണ്? പിന്നെ CPI തള്ളാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരുത്തം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് VD സതീശൻ രാവും പോയാലും വിളിയാ വാ 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 എന്ന് പറഞ്ഞു. വന്നാൽ അവർ ജയിച്ചു. അവർക്കിപ്പോൾ ഈ കുറച്ച് ഹിന്ദു വോട്ടുകൾ പോയതുണ്ടല്ലോ, അതൊക്കെ കവർ ചെയ്യാൻ പറ്റിയത് CPI ആണ്. CPIയും ഒരു ഹിന്ദു പാർട്ടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPI അങ്ങനെ കോൺഗ്രസിലേക്കുള്ള ഒരു പോക്ക് നടത്തുമോ എന്നാണ്? ഇല്ല, നടത്താൻ ചാൻസ് കുറവാണ്. ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ അവർ അഖിലേന്ത്യാ തലത്തിൽ ഒരു പോളിസി എന്നൊക്കെ പറഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെയുള്ള ഒരു ബേർഡൻ അതാണല്ലോ. പാർട്ടി കോൺഗ്രസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അതാണ് അവരുടെ ചട്ടക്കൂടായിട്ട് പിന്നീട് വരുന്നതും നടപ്പിലാക്കുന്നതും. അപ്പോൾ അതൊക്കെ മാറി വരണമെങ്കിൽ ദേശീയ തലത്തിൽ അടക്കം ഒരു പോളിസി മാറ്റം വരണം. അങ്ങനെ ഒരു പോളിസി മാറ്റം വന്നാൽ മാത്രമേ ഇവിടുത്തെ ഘടകം അപ്പുറത്തോട്ട് പോകുള്ളൂ. അല്ലാതെ ഇവിടുന്ന് പിന്നെ അല്ലെങ്കിൽ പിന്നെ പൊളിച്ചുകൊണ്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിന് ഇസ്മയിലിനെയൊക്കെ കിട്ടുമെന്ന് നോക്കണം. പക്ഷേ ഇസ്മയിലൊന്നും അങ്ങനെ പോകുന്ന ലക്ഷണവും ഇല്ല. ഇതിനകത്ത് കിടന്ന് കുസ്തി പിടിക്കുന്നതല്ലാതെ ഇതിനൊരു വാലും കൊണ്ടൊന്നും പോകുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനിയും 2026 ഒരു തുടർഭരണമില്ലാതെ വരുമ്പോൾ CPM-ൽ എത്രത്തോളം താഴേക്ക് പോകുന്നോ അതുപോലെ തന്നെ താഴേക്ക് CPI-യും പോകും. ഭരണമില്ലെങ്കിലും CPM പിടിച്ചു നിൽക്കും. പക്ഷെ ഭരണമില്ലെങ്കിൽ CPI-ക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവും. ഭരണം ഉണ്ടായിട്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ് അണികളെ നിലനിർത്താനും. കാരണം ഭരണത്തിൻ്റെ ഗുണം പലതും CPI-കാർക്ക് കിട്ടുന്നില്ല. അതാണ് CPI കേരള കോൺഗ്രസിനെ എതിർക്കുന്നത്. കേരള കോൺഗ്രസ്സുകാർക്ക് പല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഭരണത്തിൻ്റെ തണലിൽ നിന്ന് അവർക്ക് ഒരുപാട് ആനുകൂല്യം കിട്ടുന്നുണ്ട്. അവരുടെ വകുപ്പ് അവർ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ റോഷി അഗസ്റ്റിൻ്റെ ജലവിഭാഗ വകുപ്പ് അവർ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ആ വകുപ്പിനെ ഉപയോഗിച്ച് അവർ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ മന്ത്രിമാർ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും ഒരു ഫലവും ഇല്ലെന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വിശകലനം. അത് ഏകദേശം ശരിയാണ്. അത് വലിയ മാറ്റമില്ല. പക്ഷേ വലിയേട്ടനായിട്ട് നിൽക്കുന്ന CPM-കാർക്ക് ഇപ്പോൾ കൊച്ചേട്ടൻ കേരള കോൺഗ്രസ് ആണ്, പ്രത്യേകിച്ച് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ. കാരണം BJP-യിലേക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് പോകാതെ നോക്കാനും പിന്നെ ഉള്ള ക്രിസ്ത്യാനികളുടെ വോട്ടുകളെല്ലാം കഴിയുന്നത്ര CPM-ൻ്റെ കൂടെ നിർത്താനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അത്യാവശ്യം. അതുകൊണ്ട് രണ്ടാം വലിയേട്ടൻ അല്ലെങ്കിൽ കൊച്ചേട്ടൻ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.